യെസ്, ഇത് ഞങ്ങളുടെ കോട്ടയം പോണ ഒരു മിനി വ്ളോഗാണ്. ഞാനും എൻ്റെ കസിൻസും കൂടെ കൊച്ചിയിൽ നിന്ന് കോട്ടയം പോവുക. രാത്രി നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി ചായ കമ്പനിയിൽ കയറി 2 മിനിറ്റ് ടീയും ബൂസ്റ്റർ ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുക. ഉറക്കം കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ ഒന്നും കുടിച്ചില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് ചീസ് ഓവർലോഡഡ് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ച് അറ്റാക്ക് ചെയ്യണത് കണ്ടുകൊണ്ടിരിക്കണേ. നല്ലതായിരുന്നു, നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉള്ളൊരു നല്ല സ്ഥലമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കോട്ടയത്തേക്കുള്ള യാത്ര നമ്മൾ കണ്ടിന്യൂ ചെയ്തു. ചീറി പാഞ്ഞ പോയിക്കൊണ്ടിരിക്കണേ, കാരണം നല്ല ലേറ്റായല്ലോ. അങ്ങനെ ലാസ്റ്റ് ഒരു 12:30-12:45 നമ്മൾ കോട്ടയം എത്തി. ഫൈനലി നമ്മളെ കണ്ടതും മാക്സി ഭയങ്കര എക്സൈറ്റഡ്. ഉറങ്ങിക്കിടന്ന മാക്സി എണീറ്റ് പോകുന്നു. മാക്സി ഹെലനെയൊക്കെ കാണാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ചുരുക്കത്തിൽ മാക്സി ഉറങ്ങിയിട്ടില്ല. ഞങ്ങളപ്പോഴത്തേക്കും അടുത്ത ദിവസത്തെ പ്ലാനൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നാളെ എന്ത് ചെയ്യണം, രാവിലെ എണീറ്റ് ഇല്ലിക്കൽക്കല്ലൊക്കെ പോവാം എന്നൊക്കെ പ്ലാൻ ഇട്ടതല്ലാതെ എണീറ്റ് വന്നപ്പോൾ ഒരു നേരമായി. എന്നിട്ട് 8:30 എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞൊരു 10 ആയി. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ തണ്ണീർമുക്കം ബണ്ടാണ്. അവിടേക്ക് പോണതായി കണ്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് കോലത്തുകര എന്ന് പറഞ്ഞ വേറൊരു മിനി സ്പോട്ടും കൂടെ പിടിച്ചു. അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, കുറച്ച് പച്ചപ്പ്, ഹരിതാപ, ഊഷ്മളത. അപ്പോൾ അതൊക്കെ ചുമ്മാ കാണാൻ വേണ്ടി ആ വഴി അങ്ങ് പോയി. അവിടെ നമ്മൾ ഇറങ്ങിയില്ല, ചുമ്മാ കണ്ടു. പിന്നെ നമ്മൾ ബാക്ക് ടു നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ തണ്ണീർമുക്കം ബണ്ട്. ഫൈനലി ഇത് നമ്മൾ എത്തി. ബണ്ടിൻ്റെ ഓൾമോസ്റ്റ് എൻട്രൻസിൻ്റെ അവിടെ എത്തി. അതായി കണ്ടുകൊണ്ടിരിക്കണേ. നല്ല ചൂടായിരുന്നു, പക്ഷെ നല്ലൊരു സ്ഥലം. ഇങ്ങനെ കുറച്ച് കാമൻ ക്വയറ്റ് ഏരിയ ആണ്, ഒരുപാട് ക്രൗഡൊന്നും അല്ലായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഫാമിലി ടൈം അത്യാവശ്യം അവിടെ എൻജോയ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ തണ്ണീർമുക്കം ബണ്ടിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക കാറിൽ. ഇപ്പോൾ കൃഷി സമയം അല്ലാത്തതുകൊണ്ട് ബണ്ടിൻ്റെ ഷട്ടറൊക്കെ ഓപ്പണാണ്. അപ്പോൾ അങ്ങനെ ഫൈനലി ഞങ്ങൾ എത്തി. ഇവിടെ കുറച്ച് തണൽ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇരുന്നിങ്ങനെ ഈ സ്ഥലമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഷട്ടറൊക്കെ ഓപ്പണായി കിടക്കുക, കാരണം ഇപ്പോൾ കൃഷിയില്ലാത്തതുകൊണ്ട്. മറ്റേ കടലിൽ നിന്നുള്ള വെള്ളം ഇപ്പോൾ കായലിലുള്ള വെള്ളമായിട്ട് ഇങ്ങനെ മിക്സാവും, കൃഷിയില്ലാത്തതുകൊണ്ട്. കൃഷിയുള്ള സമയത്ത് ആ ഷട്ടറൊക്കെ അടച്ചിടുമായിരിക്കും. അതാണ് തണ്ണീർമുക്കം ബണ്ടിൻ്റെ ഒരു മെയിൻ ഇത്. അങ്ങനെ എല്ലാവരും കൂടെ സ്പീഡ് ബോട്ടിൽ കയറാൻ പോവുക. 5 പേർക്കുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളൂ. പിന്നെ എനിക്കിത്തിരി പേടിയുള്ളതുകൊണ്ട് ഞാൻ പിന്നെ പോണില്ല എന്ന് വെച്ചു. അവരെല്ലാവരും കൂടെ ഷാബ സ്റ്റൈലിൽ സ്പീഡ് ബോട്ട് കയറാൻ പോവുക. ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നു. എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് അങ്ങനെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പുള്ളി നല്ല കിടിലൻ ടേണൊക്കെ എടുത്ത് ഇത്തിരി അഡ്വഞ്ചർ സ്പീഡ് ബോട്ടിംഗ് ആണ് ആളുടെ. പക്ഷേ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ ഇതൊക്കെ. അങ്ങനെ സ്പീഡ് ബോട്ട് ജേർണി സ്റ്റാർട്ടായി. പഠിച്ചവനെ കാത്തോളി എന്നുള്ള ഇതിലെല്ലാവരും ഇരിക്കണേ. ഒരു 10 മിനിറ്റ്സ് റൈഡാണ്, പക്ഷേ നല്ലതായിരുന്നു, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇനി അവരുടെ എക്സ്പീരിയൻസ് അവർ വന്നിട്ട് ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഷട്ടറൊക്കെ കടന്ന് അപ്പുറത്തെ സൈഡ് പോയി തിരിച്ച് വരണത് ഈ കാണുന്നത് കണ്ടോ. പുള്ളി എങ്ങനെയാണ് ടേണൊക്കെ എടുക്കുന്നതെന്ന് ഭയങ്കര ഒരു അഡ്വഞ്ചറസ് സൈഡാണ് പുള്ളി ടേണൊക്കെ എടുക്കുന്നത്. നല്ല രസമുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. ഇരിക്കുന്നവരുടെ അനുഭവം നമുക്ക് വന്നിട്ട് ചോദിക്കാം. കൃഷിയുള്ള സമയമാണെങ്കിൽ ആ ഷട്ടർ ക്ലോസ് ആയിരിക്കും, കാരണം ഉപ്പ് വെള്ളമായിട്ട് കലർന്ന് കൃഷീനെയൊക്കെ അത് ബാധിക്കും. ഇപ്പം കൃഷി സമയം അല്ലാത്തതുകൊണ്ടാണ് തുറന്നു നടക്കണം. അങ്ങനെ അവർ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ അവരുടെ ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ് നമ്മുടെ ബോട്ടിൻ്റെ ഡ്രൈവർ, ബോട്ട് ചേട്ടൻ. അതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ക്ലിപ്പിൽ പുള്ളിയുടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആ ടേൺ കാണാം. എല്ലാവരും നല്ല രീതിയിൽ നനയുന്നുണ്ടെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. കുറച്ച് സ്കെയറിയാ, അപ്പം തന്നെ ഇതൊക്കെ ഒരു രസമാണല്ലോ. അങ്ങനെ അവർ വീണ്ടും ഇപ്പോൾ ഓൾമോസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് അടുത്തോണ്ടിരിക്കുകയാണ് കരയിലേക്ക്. അവരുടെ എക്സൈറ്റ്മെൻറ്റും ആ കൈ വെച്ചിട്ടുള്ള വേവൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര അടിപൊളി ട്രിപ്പായിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി വൈബില്ല. ഇത് കഴിഞ്ഞില്ല, അവർ വീണ്ടും ഒരു റൗണ്ടും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ കരുതി കഴിഞ്ഞു, പക്ഷെ അവർ വീണ്ടും കണ്ടോ ഭയങ്കര കിടിലനായിട്ടുള്ള ടേണൊക്കെ. നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ.
എനിക്ക് പേഴ്സണലി കുറച്ച് പേടിയാകുന്നത് ഞാൻ പോയില്ല. അപ്പോൾ ഭയങ്കര രസമുണ്ട് കാണാൻ. അങ്ങനെ സ്പീഡ് ബോട്ട് ജേണി ഓൾമോസ്റ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഫുള്ള് നനഞ്ഞ് കുളിച്ചിട്ടുണ്ട് എല്ലാവരും. ഇന്നൊക്കെ അവരുടെ എക്സ്പീരിയൻസ് ചോദിക്കാൻ വന്നു കഴിയുമ്പോൾ എല്ലാവരുടെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരും അത് നല്ലതായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. ഹെലനൊക്കെ ഭയങ്കര ഡബിൾ നോക്കിയതാ പറയുന്നത്, അത്രയ്ക്ക് ഇടലിലായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ അവിടുത്തെ സ്പീഡ് ബോട്ട് ജേണിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം കൂടെ അവിടെ നിന്ന് ഒരു ഇതൊക്കെ വാങ്ങിക്കുടിച്ചു, ഒരു ടെൻഡർ കോക്കനട്ടൊക്കെ. അപ്പോൾ ഐസ്ക്രീം കഴിച്ചേച്ചിട്ട് മുഖത്ത് ഭയങ്കര ഒരു പുച്ഛം, ഐസ്ക്രീം ഒന്നും കഴിച്ചില്ലല്ലോ എന്ന്. എന്തെല്ലാം ആവട്ടെ, നമ്മൾ പിന്നെ അവിടെ നിന്ന് പോന്നു. ഭയങ്കര വെയിലായിരുന്നു. ഏഞ്ചൽ എൻ്റെ അടുത്ത് നിന്ന് ഷോളൊക്കെ വാങ്ങി മുഖമൊക്കെ കവർ ചെയ്ത് നമ്മുടെ മേലൊക്കെ തുടച്ച ടവല് റിട്ടേണ്ടി ഉറക്കാനിട്ടേക്കാണ് ഇന്നോവ കാറിൽ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ലഞ്ച് കഴിക്കാൻ മധുച്ചേട്ടൻ്റെ കടയിൽ പോയി. അതാ മധുച്ചേട്ടൻ അവിടുത്തെ കിച്ചണിൽ കയറി മീനൊക്കെ കണ്ടോ, ഏത് മീനാണ് വേണ്ടത് എന്നൊക്കെ ചൂസ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ കിച്ചണിൽ കയറി മീനൊക്കെ കണ്ട് നമ്മൾ കാളാഞ്ചി, പ്രോൺസ്, കക്കയിറച്ചി, അങ്ങനെ പലതരം നെയ്മീൻ, അങ്ങനെ പലതരം മീനുകളൊക്കെ വാങ്ങിച്ച് കൂട്ടി കഴിച്ചു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ കൃപാസനം പള്ളിയിലും കൂടെ പോയി ഞങ്ങളുടെ ഈ ട്രിപ്പ് ഞങ്ങൾ അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിൽ